Earn Marks, your perfect learning partner. ഹായ് സ്റ്റുഡൻസ്, ഇറ്റ്സ് മീ ഷിഫാന. ഞാൻ നിങ്ങളുടെ ഡാറ്റ എൻട്രി ഫാക്കൽറ്റി. അപ്പോൾ ഇനി മുതൽ ഞാനായിരിക്കും നിങ്ങളുടെ ഡാറ്റ എൻട്രി സബ്ജക്റ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഡാറ്റ എൻട്രി എന്ന് പറയുന്നത് +2 NIOS എടുക്കുന്ന സ്റ്റുഡൻസിന് എക്സ്ട്രാ ഒരു സബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന സബ്ജക്റ്റാണ് ഡാറ്റ എൻട്രി എന്ന് പറയുന്നത്. 13 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. അതിൽ തന്നെ എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സ് ഒരു 6 എണ്ണമാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരാണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്താണ്? ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ കമ്പ്യൂട്ടർ എന്താണ് എന്നുള്ളത്. എല്ലാ വീട്ടിലും ഓഫീസിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ കമ്പ്യൂട്ടർ ഇല്ലാണ്ട് ഒരു സ്ഥലം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ കമ്പ്യൂട്ടർ എന്താണെന്നുള്ളത് നോക്കാം. A computer is an electronic device that accepts data as input, processes it according to instructions, stores it, and produces meaningful information as output. ഒരു കമ്പ്യൂട്ടർ എന്നത് ഡാറ്റയെ ഇൻപുട്ടായി സ്വീകരിച്ച് നിർദ്ദേശങ്ങൾ പ്രകാരം അത് പ്രോസസ്സ് ചെയ്ത് സംഭരിക്കുകയും അവസാന ഫലമായി വിവരങ്ങൾ ഔട്ട്പുട്ടായി നൽകുകയും ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മളൊരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്, നമ്മളൊരു കാര്യം ഒരു പ്രോഗ്രാം കൊടുക്കുകയാണ് കമ്പ്യൂട്ടറിന്. അത് കമ്പ്യൂട്ടർ സ്വീകരിച്ചിട്ട് അത് സ്റ്റോർ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്ന ഒരു ഉപകരണമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ടോപ്പിക്കാണ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കമ്പ്യൂട്ടർ. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ എൻട്രി സബ്ജക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എക്സാമിന് റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക, എന്തായാലും പഠിക്കാം. അപ്പോൾ ബ്ലോക്ക് ഡയഗ്രാം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ CPU വരുന്ന കുറച്ച് യൂണിറ്റ്സ് ആണിത്. ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉണ്ട്, മെമ്മറി യൂണിറ്റ് ഉണ്ട്. ഓക്കെ, ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് ആൻഡ് ലാസ്റ്റ് ALU, അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ALUവിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് യൂണിറ്റ് എന്താണെന്നുള്ളത് നോക്കാം അല്ലേ. ഇൻപുട്ട് യൂണിറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ ദാറ്റ് ഈസ് യൂസ്ഡ് ടു എൻ്റർ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ടു ദ കമ്പ്യൂട്ടർ. സിമ്പിളാണ്. നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, അതായത് നമ്മളൊരു കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ അതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ് എന്ന് പറയുന്നത്. അതാണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിന് എന്താണോ കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശത്തിനെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അത് കമ്പ്യൂട്ടർ തിരിച്ച് നമുക്ക് തരുന്ന നിർദ്ദേശത്തിനാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്താണോ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത് അതിനെയാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇൻപുട്ട് ഡിവൈസിന് എന്താണ് എക്സാമ്പിൾസ്? കീബോർഡ്, മൗസ്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണല്ലോ ഇൻപുട്ട് ഡിവൈസ്. അപ്പം ഡാറ്റ എൻട്രിയിൽ കീബോർഡ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത വരുന്നതാണ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. കൺട്രോൾ യൂണിറ്റ് എന്താ? എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. അതായത് ഈ കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു യൂണിറ്റ് ആണ് കൺട്രോൾ യൂണിറ്റ്. ഈ കൺട്രോൾ യൂണിറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ CPU. CPUവിലൊരു പാർട്ടാണ് കൺട്രോൾ യൂണിറ്റ്. ദാറ്റ് കൺട്രോൾസ് ആൻഡ് മാനേജസ് ഓൾ ദ ഓപ്പറേഷൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റ് ആണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത യൂണിറ്റ് ആണ് മെമ്മറി യൂണിറ്റ്. മെമ്മറി യൂണിറ്റ് എന്താ? നമ്മുടെ മനുഷ്യന്മാരുടെ മെമ്മറി എന്താ? ബ്രെയിൻ ആണ് അല്ലേ. അപ്പോൾ എല്ലാത്തിനും ഒരു മെമ്മറി ഉണ്ടാവുമല്ലോ. നമ്മൾ ഫോണാണെങ്കിലും മെമ്മറി കാർഡ് ഇടുന്നു, അല്ലെങ്കിൽ ഫോൺ മെമ്മറി ഉണ്ടാവും. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയാണ്. മെമ്മറി യൂണിറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ ദാറ്റ് സ്റ്റോർസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. കമ്പ്യൂട്ടറിൽ ഒരുപാട് ഡാറ്റ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന യൂണിറ്റ് ആണ് മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ലാസ്റ്റ് വൺ ആണ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, ALU. ALU is a part of CPU that performs calculations and logical operations. അതായത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ALU. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് എന്താണ്? അഡിഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ALU എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ ഇൻപുട്ട് ഡിവൈസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് അല്ലാണ്ട് തന്നെ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും എന്തൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസ് എന്നുള്ളത്. നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മൗസ് ഉണ്ട്, കീബോർഡ് ഉണ്ട്, പിന്നെന്താ ടച്ച് സ്ക്രീൻ ഉണ്ട്, പിന്നെന്താ നമ്മുടെ ഈ പെന്നുണ്ടല്ലോ, ലൈറ്റ് പെന്ന്, ട്രാക്കിംഗ് ബോള്, അങ്ങനത്തെ ഒപ്റ്റിക്കൽ സ്കാനർ, മൈക്രോഫോണ്, ഇതെല്ലാം എന്താണ് ഇൻപുട്ട് ഡിവൈസിൻ്റെ എക്സാമ്പിളാണ്. നമുക്ക് കീബോർഡ് എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ.
കീബോർഡ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ടു ടൈപ്പ് ലെറ്റേഴ്സ് നമ്പേഴ്സ് ആൻഡ് കമാൻഡ്സ് ഇൻ ടു എ കമ്പ്യൂട്ടർ. നമ്മളൊരു കമ്പ്യൂട്ടറിന് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും, ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കും, നമ്പേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കും, കമാൻഡ്സ് കൊടുക്കും. അപ്പോൾ അതിനെയാണ് കീബോർഡ് എന്ന് പറയുന്നത്. റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള സ്ക്വയർ എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും പറയാം, റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കീവേഡ്സ് ഉള്ളതിനെയാണ് നമ്മൾ കീബോർഡ് എന്ന് പറയുന്നത്. മൗസ്, അടുത്തത് മൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് കീബോർഡ് ഉണ്ടെങ്കിൽ എന്തായാലും ഒരു മൗസ് ആവശ്യമുണ്ടല്ലോ അല്ലേ. നമ്മൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓരോരോ കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കേഴ്സർ എന്ന് പറയുന്ന ഒരു ആരോ മാർക്കിന് വെച്ചിട്ടുണ്ടല്ലോ, ചിലതിൽ വൈറ്റ് ആയിരിക്കും, ചിലതിൽ ബ്ലാക്ക് ആയിരിക്കും. അങ്ങനെയുള്ളൊരു കാര്യത്തിനാണ് നമ്മൾ മൗസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ലൈറ്റ് പെൻ. ലൈറ്റ് പെൻ ഞാനിപ്പോൾ കാണിച്ചു തന്നല്ലോ. ഇങ്ങനെ ഒരു പെന്നിനെയാണ് ലൈറ്റ് പെൻ എന്ന് പറയുന്നത്. നമുക്ക് ടച്ച് സ്ക്രീനിൽ വരയ്ക്കാൻ പറ്റുന്നത്, അതായത് ഞാൻ ഇപ്പോൾ ഇവിടെ വരച്ച് കാണിക്കാം. ലൈറ്റ് പെന്നാണ് നമുക്കിങ്ങനെ വരയ്ക്കാൻ പറ്റുന്നതാണ്, ടച്ച് സ്ക്രീനിൽ വരയ്ക്കാൻ പറ്റുന്നൊരു ഡിവൈസാണ് ലൈറ്റ് പെൻ എന്ന് പറയുന്നത്. ഇത് ഇൻപുട്ട് ഡിവൈസിന് എക്സാമ്പിളാണ്. അടുത്തത് വരുന്നതാണ് ഒപ്റ്റിക്കൽ സ്കാനർ. ഒപ്റ്റിക്കൽ സ്കാനർ എന്താണ്? നമ്മളിപ്പം ഒരു ഇൻ്റർനെറ്റ് കഫേയിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, നമുക്ക് ഈ ഒപ്റ്റിക്കൽ സ്കാനറിൻ്റെ ആവശ്യമുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു ജോബിന് പോകുകയാണെങ്കിൽ തന്നെ ഒരു CV പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആധാർ കാർഡ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ളൊരു ഒപ്റ്റിക്കൽ സ്കാനർ, നമ്മൾ ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രിന്റ് ചെയ്തെടുക്കുന്നതാണ് ഒപ്റ്റിക്കൽ സ്കാനർ എന്ന് പറയുന്നത്. ആൻഡ് ഒപ്റ്റിക്കൽ സ്കാനർ ഇസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് പ്രിന്റഡ് ഡോക്യുമെന്റ്സ് ഓർ ഇമേജസ് ഇൻ ടു ഡിജിറ്റൽ ഫോം. ഡിജിറ്റൽ ഫോമിലേക്ക് ഒപ്റ്റിക്കൽ സ്കാനർ എന്നത് പ്രിന്റ് ചെയ്ത രേഖകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുന്ന ഉപകരണമാണ് ഒപ്റ്റിക്കൽ സ്കാനർ എന്ന് പറയുന്നത്. അടുത്തത് ടച്ച് സ്ക്രീൻ. ടച്ച് സ്ക്രീൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇപ്പം എല്ലാവരുടെ അടുത്തും, ചെറിയത് മുതൽ വലിയ ആൾക്കാരുടെ അടുത്ത് വരെ മൊബൈൽ ഫോൺ ഉണ്ട്. അപ്പം എല്ലാവരുടെ അടുത്തുള്ള മൊബൈൽ ഫോണിൻ്റെ ഒരു ടച്ച് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത്. നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കാൻ പറ്റുന്നതാണ് ടച്ച് സ്ക്രീൻ. നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും, ടാപ്പ് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും കൈകൊണ്ട് തന്നെ അല്ലേ. അപ്പോൾ അതിനെയാണ് ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത്. അതൊരു ഇൻപുട്ട് ഡിവൈസാണ്. അടുത്തതാണ് മൈക്രോഫോൺ. എ മൈക്രോഫോൺ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ടു റെക്കോർഡ് സൗണ്ട് ഓർ വോയിസ് ഇൻ ടു എ കമ്പ്യൂട്ടർ. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇപ്പം വോയിസ് കൊടുക്കുന്നതോ, അല്ലെങ്കിൽ നമ്മളൊരു മൈക്കൊക്കെ നോക്കിക്കേ, ഒരു ഹാളിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ മൈക്കിൽ പറയുകയാണെങ്കിൽ അവിടെ മുഴുവൻ ശബ്ദ സന്ദേശങ്ങൾ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു മൈക്ക് ഒരു ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അടുത്തതാണ് ട്രാക്ക് ബോൾ. ട്രാക്ക് ബോൾ എന്ന് പറയുന്നത് നമ്മുടെ മൗസിൻ്റെ സെൻറ്റർ പോസ്റ്റിൽ വരുന്നൊരു സ്ക്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബോൾ ഉണ്ട്, അതിനെയാണ് ട്രാക്ക് ബോൾ എന്ന് പറയുന്നത്. നമ്മൾ സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എ ട്രാക്ക് ബോൾ ഈസ് എ പോയിന്റിംഗ് ഡിവൈസ് വിത്ത് എ മൂവബിൾ ബോൾ യൂസ്ഡ് ടു കൺട്രോൾ ദ കേഴ്സർ. കേഴ്സർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബോളാണ് ട്രാക്ക് ബോൾ എന്ന് പറയുന്നത്. അടുത്തതാണ് ഔട്ട്പുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസ് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസിൽ വരുന്നത്. ട്രാക്ക് ബോൾ, മൈക്രോഫോൺ, ടച്ച് സ്ക്രീൻ, ഒപ്റ്റിക്കൽ സ്കാനർ, ലൈറ്റ് പെൻ, മൗസ്, കീബോർഡ്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി വെക്കുക. ഇൻപുട്ട് ഡിവൈസോ ഔട്ട്പുട്ട് ഡിവൈസോ എന്തായാലും ചോദിക്കും കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ്. അടുത്തതാണ് ഔട്ട്പുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസ് എന്തായിരിക്കും? നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസ് എന്താ? ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് ഈസ് എ ഹാർഡ്വെയർ ഡിവൈസ് ദാറ്റ് റിസീവ്സ് പ്രോസസ്ഡ് ഡാറ്റ. അതായത് കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്ത ഡാറ്റ നമുക്ക് കമ്പ്യൂട്ടർ തരും, അതിനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമ്മളത് എന്തിലാണ് കാണുക? ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ മോണിറ്ററിലാണല്ലോ കാണുക, സ്ക്രീനിൽ നമുക്ക് കാണിച്ചു തരുകയാണല്ലോ. അപ്പോൾ യൂസർ ഇൻ്റർഫേസിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്, അതായത് മോണിറ്ററിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസ് 4 തരമുണ്ട്. നമുക്ക് ഒന്നാമത്തത് നോക്കാം, മോണിറ്റർ. ഞാൻ പറഞ്ഞില്ലേ മോണിറ്റർ, രണ്ടാമത്തത് പ്രിന്റർ, മൂന്നാമത്തത് പ്ലോട്ടർ, നാലാമത്തത് സ്പീക്കർ. അപ്പോൾ മോണിറ്റർ തന്നെ 2 തരത്തിലുണ്ട്. നമ്മൾ പഴയ കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്ന കമ്പ്യൂട്ടർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ TV ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഒരു ബോക്സ് ടൈപ്പ് ആയിരിക്കും, നല്ല വീതിയിൽ ഫ്രെയിംസ് ഒക്കെ വന്നിട്ട് ഒരു ബോക്സ് ടൈപ്പിലുള്ള കമ്പ്യൂട്ടറാണ് പണ്ട് കാലത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതിപ്പോഴത്തെ കാലത്ത് അങ്ങനെ കാണാനില്ല. അപ്പോൾ നിങ്ങൾക്ക് പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. അതിൽ യൂസ് ചെയ്തിട്ടുള്ള മോണിറ്ററിൻ്റെത് CRT, കാഥോഡ് റേ ട്യൂബാണ് പണ്ട് കാലം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഉള്ളതാണെങ്കിലോ ഫുൾ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആയിട്ട് നമ്മൾ LCD TV, LED TV എന്നൊക്കെ പറയില്ലേ, അതുപോലെ LCD ആയിട്ട് നമുക്ക് എത്ര ഇഞ്ചിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് LCD ആയിട്ടുള്ളത്. ഇപ്പോഴത്തെ മോസ്റ്റ് ആയിട്ടുള്ള കോമൺ കമ്പ്യൂട്ടേഴ്സ് ആയിക്കോട്ടെ അങ്ങനെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ പണ്ട് കാലത്തതാണെങ്കിൽ കാഥോഡ് റേ ട്യൂബ്, ഇപ്പോഴത്തെ കാലത്തുള്ളതാണെങ്കിൽ LCD, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്തായാലും നോക്കി നോക്കുക. CRT എന്ന് പറയുമ്പോൾ കാഥോഡ് റേ ട്യൂബ്, LCD, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്റർ ആണ്. മോണിറ്റർ 2 തരത്തിലുണ്ട്, CRT ആൻഡ് LCD. അടുത്ത വരുന്നതാണ് പ്രിന്റർ.
A printer is an output device that produces a hard copy of documents, images or text from the computer into paper. നമ്മൾക്കറിയാലോ അല്ലേ, എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഡെയിലി ലൈഫിലായിക്കോട്ടെ, ഒരു ജോബിന് പോകുമ്പോഴായിക്കോട്ടെ, നമ്മൾ പ്രിന്റർ യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവില്ല. ഒരു അക്ഷയയിലായിക്കോട്ടെ, എല്ലായിടത്തിലും വീട്ടിലായിക്കോട്ടെ, എല്ലായിടത്തിലും പ്രിന്റേഴ്സ് ഉണ്ട്. അപ്പോൾ എത്ര തരത്തിലുള്ള പ്രിന്റർ ഉണ്ട് നമുക്ക് നോക്കാം. നമുക്ക് 4 തരത്തിലുള്ള പ്രിന്റർ ആണുള്ളത്. ഒന്ന് ഇങ്ക്ജെറ്റ് പ്രിന്റർ, 2 ലേസർ പ്രിന്റർ, 3 ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, 4 ലൈൻ പ്രിന്റർ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇങ്ക്ജെറ്റ് പ്രിന്റർ എന്താണെന്നുള്ളത് നോക്കാം. An inkjet printer sprays tiny droplets of ink onto paper. It is commonly used in homes and small offices for color printing. കളർ പ്രിന്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇങ്ക്ജെറ്റ് പ്രിന്റർ. അതായത് അതിൻ്റെ പേര് തന്നെ ഉണ്ട് അല്ലേ, ഇങ്ക്ജെറ്റ് പ്രിന്റർ എന്നുള്ളത്. ഇങ്ക്ജെറ്റ് പ്രിന്റർ ചെറിയ ഇങ്ക് തുള്ളികൾ പേപ്പറിൽ തളിച്ച് പ്രിന്റ് ചെയ്യുന്നു. അതായത് ഇങ്ക്ജെറ്റ് പ്രിന്റർ നമ്മൾ കളറായിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ലേസർ പ്രിന്റർ. എ ലേസർ പ്രിന്റർ യൂസസ് ലേസർ ടെക്നോളജി ആൻഡ് ടോണർ പൗഡർ. അതായത് ലേസർ ടെക്നോളജിയും ടോണർ പൗഡറും യൂസ് ചെയ്തിട്ടാണ് ലേസർ പ്രിന്റർ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് പ്രിന്റ് ചെയ്ത് ഡോക്യുമെന്റ്സ് ആയിട്ട് കിട്ടുന്നതാണ്. ഇത് വെരി ഫാസ്റ്റ് ആണ്. നമ്മുടെ ഇങ്ക്ജെറ്റ് പ്രിന്ററിനെക്കാട്ടി ഫാസ്റ്റ് ആണ് ലേസർ പ്രിന്റർ. ഇറ്റ് ഈസ് ഫാസ്റ്റ് ആൻഡ് സൂറ്റബിൾ ഫോർ ലാർജ് വോളിയം പ്രിന്റിങ്. ലാർജ് വോളിയം പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും സൂറ്റബിൾ ആയിട്ടുള്ളതാണ് ലേസർ പ്രിന്റർ എന്ന് പറയുന്നത്. അടുത്തതാണ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. അതിൻ്റെ പേര് തന്നെ ഡോട്ട്. നമ്മൾ ഓരോ അക്ഷരങ്ങളും എടുത്തെടുത്ത് പ്രിന്റ് ചെയ്യുന്നതിനെയാണ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എന്ന് പറയുന്നത്. എ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ പ്രിന്റ്സ് ക്യാരക്ടേഴ്സ് യൂസിങ് സ്മോൾ പിൻസ് ദാറ്റ് സ്ട്രൈക്ക് ആൻ ഇങ്ക് റിബൺ. ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ ബിൽസ് ആൻഡ് ഇൻവോയ്സസ്. അതായത് ആശുപത്രികളിലും മാളിലും നമ്മൾ ഷോപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ബില്ലിലൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഡോട്ടായി നമുക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. അങ്ങനെ ഓരോരോ അക്ഷരങ്ങൾ എടുത്തെടുത്ത് പ്രിന്റ് ചെയ്യുന്നതിനെയാണ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എന്ന് പറയുന്നത്. അപ്പം 4ാമത്തെ പ്രിന്ററാണ് ലൈൻ പ്രിന്റർ. എ ലൈൻ പ്രിന്റർ ഈസ് എ ഹൈ സ്പീഡ് പ്രിന്റർ ദാറ്റ് പ്രിന്റ്സ് 1 കംപ്ലീറ്റ് ലൈൻ ഓഫ് എ ടെക്സ്റ്റ് അറ്റ് എ ടൈം. എന്ന് വെച്ചാൽ ഒരു ലൈൻ തന്നെ അറ്റ് എ ടൈമിൽ ഒരു ലൈനാണ് അത് പ്രിന്റ് ചെയ്യുക. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ലാർജ് ഓർഗനൈസേഷൻ വെർ ബൾക്ക് പ്രിന്റിങ് ഈസ് റിക്വയർഡ്. ബൾക്കായിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലൈൻ പ്രിന്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. പ്ലോട്ടർ എന്താ? എ പ്ലോട്ടർ ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് യൂസ്ഡ് ടു പ്രിന്റ് ലാർജ് സൈസ്ഡ് ഡ്രോയിങ്സ്, ഡിസൈൻസ്, മാപ്സ് ആൻഡ് ബ്ലൂ പ്രിന്റ്സ് വിത്ത് ഹൈ പ്രിസിഷൻ. അതായത് നമ്മളിപ്പം എൻജിനീയറിംഗ് ഫീൽഡ്, ആർക്കിടെക്ചർ ഫീൽഡിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ പ്ലോട്ടർ എന്ന് പറയുന്നത്. പ്ലോട്ടറിനെ 2 തരത്തിലുണ്ട്. ഡ്രം പ്ലോട്ടർ ആൻഡ് ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ. അതായത് നമ്മൾ വലിയ മാപ്പുകൾ, ബ്ലൂ പ്രിന്റുകൾ, പിന്നെ പ്ലോട്ടർ ഡ്രോയിങ്ങുകൾ, ഡിസൈനുകളൊക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഔട്ട്പുട്ട് ഡിവൈസാണ് സ്പീക്കർ. സ്പീക്കർ എന്താണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ. ഈ സ്പീക്കർ ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് ദാറ്റ് പ്രൊഡ്യൂസസ് സൗണ്ട് ഫ്രം എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് സൗണ്ട് പുറത്ത് നൽകുന്ന ഒരു ഉപകരണമാണ് സ്പീക്കർ. അതായത് ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ 2 സൈഡിൽ ചെറിയ സ്പീക്കേഴ്സ് ആണല്ലോ, അല്ലെങ്കിൽ വലിയ സ്പീക്കർ ഉണ്ടാവും. അപ്പോൾ അതാണ് സ്പീക്കർ. സ്പീക്കർ ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് ദാറ്റ് പ്രൊഡ്യൂസസ് സൗണ്ട് ഫ്രം എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ നമുക്ക് ശബ്ദങ്ങൾ പുറത്ത് കേൾക്കുന്ന ഉപകരണമാണ് സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പം അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ എന്താണ് നമുക്ക് നോക്കി നോക്കാം. എ സോഫ്റ്റ്വെയർ ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ടെൽ ദ കമ്പ്യൂട്ടർ വാട്ട് ടു ഡു. എന്താണ് കമ്പ്യൂട്ടറിനോട് പറയുന്ന എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമ്മുടെ ഹാർഡ്വെയറിനെ മാനേജ് ചെയ്യുന്നത് തന്നെ ഈ സോഫ്റ്റ്വെയർ ആണ്. അപ്പം ഇറ്റ് ഹെൽപ്സ് ദ കമ്പ്യൂട്ടർ പെർഫോം ഡിഫറെൻറ്റ് ടാസ്ക്. കമ്പ്യൂട്ടറിനെ ഡിഫറെൻറ്റ് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സോഫ്റ്റ്വെയർ എന്നത് കമ്പ്യൂട്ടർ എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്ന പ്രോഗ്രാമുകളും നിർദ്ദേശങ്ങളുടെയും സമാഹാരമാണ്. ഇത് കമ്പ്യൂട്ടറെ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നു. ഓക്കെ, സോഫ്റ്റ്വെയറിനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ മാനേജ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമ്മൾ ഓരോ ആപ്പൊക്കെ ഉണ്ടാവില്ല, സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പ്രത്യേകം അതിന് കൊടുത്ത ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർ ആണെങ്കിൽ മൊത്തത്തിലുള്ള ഹാർഡ്വെയർ മാനേജ്മെന്റ് ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ സോഫ്റ്റ്വെയർ തന്നെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലേ. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ തന്നെ 2ആയിട്ട് വീണ്ടും തരച്ചിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് യൂട്ടിലിറ്റീസ്.
ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണെങ്കിൽ ജനറലൈസ്ഡ് പാക്കേജസ് ആൻഡ് കസ്റ്റമൈസ്ഡ് പാക്കേജസ്. അപ്പോൾ സോഫ്റ്റ്വെയർ രണ്ടായിട്ടുണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയറിലാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, യൂട്ടിലിറ്റീസ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലാണെങ്കിൽ ജനറലൈസ്ഡ് പാക്കേജസ്, കസ്റ്റമൈസ്ഡ് പാക്കേജസ്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ. നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ. ഞാൻ പറഞ്ഞത് തന്നെ അത് കുറച്ചുകൂടി വിശദീകരിക്കുകയാണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് ദ സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾസ് ആൻഡ് മാനേജസ് ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ഇറ്റ് ആക്ട്സ് ആൻഡ് ഇന്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ദ കമ്പ്യൂട്ടർ. അതായത് യൂസർ എന്ന് പറയുന്നത് ഞാൻ, യൂസർ കമ്പ്യൂട്ടറിനും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹാർഡ്വെയർ കോമ്പണൻ്റ് ആണ് ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയറിനെ രണ്ടായിട്ട് തരംതിരിച്ചത് പറഞ്ഞു, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് യൂട്ടിലിറ്റി സിസ്റ്റം. അടുത്ത ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഈസ് എ സോഫ്റ്റ്വെയർ ഡിസൈൻ ടു പെർഫോം സ്പെസിഫിക് ടാസ്ക് ഫോർ യൂസേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം യൂസറിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ജനറലൈസ്ഡ് പാക്കേജസ് ആൻഡ് കസ്റ്റമൈസ്ഡ് പാക്കേജസ്. അടുത്ത ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജ്. നമുക്ക് എല്ലാവർക്കും ഇപ്പം ഹ്യൂമൻസിനായിക്കോട്ടെ എല്ലാ ലാംഗ്വേജും, എല്ലാം നല്ല ഞാൻ പറയുന്നത് ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഹിന്ദി, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് അറിയാമല്ലോ. ഈ കമ്പ്യൂട്ടറിനാകട്ടെ ഒരു ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ. അതെന്ത് ലാംഗ്വേജ്? അതിൻ്റെ മെഷീൻ ലാംഗ്വേജ്, അതായത് ബൈനറി കോഡ് വെച്ചിട്ട് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. നമുക്ക് വരാം അതിലേക്ക്. അപ്പം കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ്. എ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഈസ് എ ലാംഗ്വേജ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് കമ്പ്യൂട്ടർ ലാംഗ്വേജ്. It is used to write instructions and programs that the computer can understand and execute. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ റൈറ്റ് ചെയ്യുന്ന, അതായത് ഈ കമ്പ്യൂട്ടർ ഭാഷയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്, അത് എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് തരികയാണ് ചെയ്യുക. അതായത് നമ്മുടെ ഭാഷയിൽ കമ്പ്യൂട്ടർ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് അത് ഔട്ട്പുട്ടായിട്ട് തരുന്നതാണ് ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അടുത്ത തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഉണ്ട്, അതിൽ തന്നെ കമ്പ്യൂട്ടറിന് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. എ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് എ ഫോർമൽ ലാംഗ്വേജ് യൂസ്ഡ് ടു റൈറ്റ് പ്രോഗ്രാംസ് ആൻഡ് ഗിവ് ഇൻസ്ട്രക്ഷൻസ് ടു എ കമ്പ്യൂട്ടർ ടു പെർഫോം സ്പെസിഫിക് ടാസ്ക്. ഓരോ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഓരോരോ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്, ഓരോരോ ഘട്ടത്തിലായിട്ട്. അത് നമുക്ക് മുന്നോട്ട് വരുന്ന ക്ലാസ്സിലൊക്കെ പറയാനുണ്ടാവും. അപ്പോൾ ഇപ്പം ഇത്ര സിമ്പിളായിട്ട് നോക്കിയാൽ മതി. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഭാഷ എന്നത് കമ്പ്യൂട്ടറിന് നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ, നിർദ്ദേശങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു ഔപചാരിക ഭാഷയാണ്. ഇത് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകൾ, സിസ്റ്റങ്ങൾ എന്നിവ നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കാനായിക്കോട്ടെ, ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആയിക്കോട്ടെ, ഇതിനൊക്കെ ഓരോരോ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഇനി വാരിയസ് കമ്പ്യൂട്ടർ ലാംഗ്വേജ്. വാരിയസ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് തന്നെ രണ്ട് ലാംഗ്വേജ് വരുന്നുണ്ട്. ഒന്ന് ലോ ലെവൽ ലാംഗ്വേജ്, ഒന്ന് ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ ലോ ലെവൽ ലാംഗ്വേജിനെ തന്നെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് മെഷീൻ ലാംഗ്വേജ്, രണ്ട് അസംബ്ലി ലാംഗ്വേജ്. അപ്പോൾ ലോ ലെവൽ ലാംഗ്വേജ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. A low level language is a type of computer language that is very close to the hardware. Hardware ആയിട്ട് very close ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് low level language. It is difficult for humans to understand but easy for the computer to execute. അതായത് മനുഷ്യന്മാർക്ക് ഇത് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്, പക്ഷേ കമ്പ്യൂട്ടർ ഇത് വളരെ ഈസി ആണെന്നുള്ളതാണ്. അതിൽ തന്നെയാണ് പറഞ്ഞത് മെഷീൻ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം. മെഷീൻ ലാംഗ്വേജ് ഇസ് ദ ലോവസ്റ്റ് ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റിട്ടൺ ഇൻ ബൈനറി ഡിജിറ്റ്സ്. അതായത് ബൈനറി ഡിജിറ്റ്സ് എന്താ? 0 and 1. അപ്പം കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു ബൈനറി ഡിജിറ്റ്സ് ആണ് 0, 1. നമ്മൾ 0, 0, 0, 1, 1, 1, 1, 0 അങ്ങനെ ഒരുപാട് ഇങ്ങനെ 1, 1, 0, 0, 1, 1 അങ്ങനെ നിരത്തി ഇങ്ങനെ എഴുതി പോവുകയാണ്. അങ്ങനെയുള്ള ഭാഷയാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ 0, 1 എന്ന് പറയുന്നതാണ് കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ബൈനറി ഡിജിറ്റ്സ്. ഇറ്റ് ഈസ് ഡയറക്ട്ലി അണ്ടർസ്റ്റുഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ബൈ ദ കമ്പ്യൂട്ടർ വിത്തൗട്ട് എനി ട്രാൻസ്ലേറ്റർ. ഈ 0, 1 എന്ന് പറയുന്ന ഭാഷ കമ്പ്യൂട്ടറിന് ഒരു ട്രാൻസ്ലേറ്റർ ഇല്ലാണ്ട് ഡയറക്ട്ലി മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തതാണ് അസംബ്ലി ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജ് ഈസ് എ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദാറ്റ് യൂസസ് സിംബോളിക് കോഡ്സ്. അതായത് ന്യൂമോണിക്സ് കോഡ്സിനെയാണ് സിംബോളിക് കോഡ്സ് എന്ന് പറയുന്നത്. ലൈക്ക് മറ്റേ ആഡ്, സബ്, മൂവ് ഇൻസ്റ്റെഡ് ഓഫ് ബൈനറി നമ്പേഴ്സ്. നമ്മൾ ഓരോരോ കോഡ് ഭാഷ യൂസ് ചെയ്ത് ചെയ്യുന്നതിനാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്.
ഓക്കെ, അടുത്ത രണ്ടാമത്തെ ഭാഷയാണ് നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ രണ്ടെണ്ണമാണ് പറഞ്ഞത്, ലോ ലെവൽ ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ ലോ ലെവൽ ലാംഗ്വേജ് എന്താണെന്ന് നമ്മൾ നോക്കി, ഹാർഡ്വെയർ ആയിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നതാണ് ലോ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജ് എന്താണെന്നുള്ളത് നോക്കാം. ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദാറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സിമിലർ ടു ഇംഗ്ലീഷ്. അതായത് ഇംഗ്ലീഷുമായിട്ട് വെരി സിമിലർ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇറ്റ് ഈസ് യൂസർ ഫ്രണ്ട്ലി ആൻഡ് റിക്വയർസ് എ കമ്പൈലർ ഓർ ഇൻ്റർപ്രറ്റർ. കമ്പൈലർ ഓർ ഇൻ്റർപ്രറ്റർ ടു കൺവേർട്ട് ഇറ്റ് ടു മെഷീൻ ലാംഗ്വേജ്. അതായത് ഈ ഹൈ ലെവൽ ലാംഗ്വേജ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്ലേറ്റർ ആവശ്യമാണ്. അതായത് നേരത്തെ പറഞ്ഞില്ലേ, ലോ ലെവൽ ലാംഗ്വേജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ ആവശ്യമില്ല. അത് 0-1 എന്ന് പറയുന്ന ബൈനറി കോഡാണ്. ഈ ഹൈ ലെവൽ ലാംഗ്വേജിൽ വരുന്ന സമയത്ത് നമുക്ക് ട്രാൻസ്ലേറ്ററിൻ്റെ ആവശ്യമുണ്ട്. ട്രാൻസ്ലേറ്റർ ഉണ്ടെങ്കിലേ കമ്പ്യൂട്ടറിന് ഈ ഭാഷ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ കുറച്ച് ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് നമ്മളിവിടെ കൊടുത്തത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് ബേസിക്. ബേസിക്കിൻ്റെ ഫുൾ ഫോം നോക്കി വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്. ബിഗിനർ ഫ്രണ്ട്ലി ലാംഗ്വേജ് മെയിൻലി യൂസ്ഡ് ഫോർ ലേണിംഗ് പ്രോഗ്രാം ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബേസിക് എന്ന് പറയുന്നത്. അതായത് ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള ലാംഗ്വേജ് ആണ് ബേസിക് എന്ന് പറയുന്നത്. അടുത്തത് കോബോൾ, കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. അതായത് നമുക്ക് പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും, കോമൺ ബിസിനസ്സിൽ കോമൺ ആയിരിക്കും. യൂസ്ഡ് ഫോർ ബിസിനസ് ആൻഡ് ഫിനാൻഷ്യൽ ആപ്ലിക്കേഷൻസ്. നമ്മൾ ബിസിനസ്, ബാങ്കിങ് മേഖലയിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ് കോബോൾ എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തതാണ് ഫോർട്രാൻ, ഫോർമുല ട്രാൻസ്ലേഷൻ. യൂസ്ഡ് ഫോർ സയൻറ്റിഫിക് ആൻഡ് എഞ്ചിനീയറിംഗ് കാൽക്കുലേഷൻസ്. അതായത് സയൻറ്റിഫിക് ആയിട്ടുള്ളതും എഞ്ചിനീയറിംഗ് കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഭാഷയാണ് ഫോർട്രാൻ എന്ന് പറയുന്നത്. അടുത്തതാണ് സി എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമ്മൾ ഈ കോഡ് ഭാഷ, അതായത് പ്രോഗ്രാമിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് സി എന്ന് പറയുന്നത്. പവർഫുൾ ലാംഗ്വേജ് യൂസ്ഡ് ഫോർ സിസ്റ്റം പ്രോഗ്രാമിംഗ് ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഭാഷയാണ് സി എന്ന് പറയുന്നത്. അടുത്തത് C++ഉം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സിയുടെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ് C++ എന്ന് പറയുന്നത്. ആൻ എക്സ്റ്റൻഷൻ ഓഫ് സി യൂസ്ഡ് ഫോർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അതായത് OOP, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് C++ എന്ന് പറയുന്നത്. അതായത് സി തന്നെ സീനെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വേർഷനാണ് C++ എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ്, നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് വരുന്നത് കമ്പൈലർ എന്താണെന്ന് പറഞ്ഞാൽ, എ കമ്പൈലർ ഈസ് എ സ്പെഷ്യൽ പ്രോഗ്രാം ദാറ്റ് ട്രാൻസ്ലേറ്റ്സ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ് അറ്റ് വൺസ്. ആഫ്റ്റർ കമ്പൈലേഷൻ ഇറ്റ് ജനറേറ്റ്സ് ആൻ ഒബ്ജക്റ്റ് കോഡ് ഓർ എക്സിക്യൂട്ടബിൾ ഫയൽ. കമ്പൈലർ എന്താന്ന് വെച്ചാൽ, ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കമ്പൈലർ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ലേറ്ററാണ്. അതായത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന മെഷീൻ ലാംഗ്വേജ് ഉണ്ടല്ലോ, നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിനെ കമ്പൈലറിലേക്ക് അയച്ചിട്ട് നമ്മളത് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് കമ്പൈലർ, അതായത് ഒരു ട്രാൻസ്ലേറ്റർ. ഇതിനിടയിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ലേറ്റർ. അപ്പോൾ കമ്പൈലർ എന്നത് എന്താ? ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ നമ്മൾ കമ്പൈലറിലോട്ട് അയച്ചിട്ട് അത് മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഹൈ ലെവൽ ലാംഗ്വേജിന് നമ്മൾ കമ്പൈലറിൽ അയച്ചിട്ട് മെഷീൻ ലാംഗ്വേജിൽ, അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് മെഷീൻ സോഴ്സ് കോഡായിട്ട് നമുക്ക് തിരിച്ചു തരുന്നു. അതേപോലെ തന്നെ അസംബ്ലർ എന്ന് നമ്മൾ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, നമ്മൾ മുന്നേ കേട്ടു അസംബ്ലി ലാംഗ്വേജ്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജ് എന്താണ്? അസംബ്ലർ. നമ്മളെ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്ലേറ്ററാണ് അസംബ്ലർ എന്ന് പറയുന്നത്. ആൻഡ് അസംബ്ലർ ഈസ് എ ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം ദാറ്റ് കൺവേർട്സ് അസംബ്ലി ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് ദ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ബൈ ഇൻസ്ട്രക്ഷൻസ് ഇൻ ടു ബൈനറി കോഡ് 0 and 1 സോ ദാറ്റ് എ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അസംബ്ലർ എന്നത് അസംബ്ലി ഭാഷയെ മെഷീൻ ഭാഷയിലേക്ക് മാറ്റുന്ന ഒരു ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമാണ്. നിങ്ങളിവിടെ കണ്ടില്ലേ, അസംബ്ലി ലാംഗ്വേജിനെ നമ്മൾ അസംബ്ലറിലേക്ക് അയച്ചിട്ട് അത് തിരിച്ച് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പം അസംബ്ലർ എന്താണ്, കമ്പൈലർ എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അസംബ്ലർ എന്ന് പറയുമ്പോൾ അസംബ്ലി ലാംഗ്വേജിനെ അതായത് സോഴ്സ് കോഡ് എന്ന് പറയും, നമ്മൾ കൊടുക്കുന്നത് എന്താണോ അതിനെ സോഴ്സ് കോഡ് എന്നാണ് പറയുന്നത്. അപ്പം അസംബ്ലി ലാംഗ്വേജിനെ നമ്മൾ അസംബ്ലറിലേക്ക് അയച്ചിട്ട് അത് മെഷീൻ ലാംഗ്വേജ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. കമ്പൈലർ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിനെ കമ്പൈലറിലേക്ക് അയച്ചിട്ട് നമ്മളത് മെഷീൻ ലാംഗ്വേജിലേക്കാക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണല്ലോ ചോദിക്കും കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം.
അപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പം ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഫസ്റ്റത്തെ ചാപ്റ്റർ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം അല്ലേ. കമ്പ്യൂട്ടർ എന്താണെന്നുള്ളത് പഠിച്ചു. കമ്പ്യൂട്ടർ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ്. നമ്മളൊരു ഇൻപുട്ട് കൊടുത്തിട്ട് അതിനെ ഔട്ട്പുട്ട് ആക്കി തരുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് കമ്പ്യൂട്ടർ. പിന്നെ നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കമ്പ്യൂട്ടർ പഠിച്ചു. എന്താണ്? ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, ALU. ALU എന്താണ്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ ഇൻപുട്ട് യൂണിറ്റിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു. എന്തൊക്കെ എക്സാമ്പിൾസ് ആണ് ഇൻപുട്ട് യൂണിറ്റ് ഉള്ളത്? ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു. അതിൻ്റെ കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസും ഒക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ പ്രിൻ്ററിനെ കുറിച്ച് പറഞ്ഞു, പ്ലോട്ടർ പറഞ്ഞു. പിന്നെ പറഞ്ഞിട്ടുള്ളതാണ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ തന്നെ രണ്ടായിട്ടുള്ളതുണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് പഠിച്ചത് എന്താണ്? കമ്പ്യൂട്ടർ ലാംഗ്വേജ്. നമ്മുടെ ഭാഷ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല, അതുകൊണ്ട് കമ്പ്യൂട്ടറിന് പ്രത്യേകമായിട്ടൊരു ഭാഷ ഉണ്ടാവും. അപ്പോൾ അതാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ഭാഷ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ പഠിച്ചാലേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളത്. കമ്പ്യൂട്ടർ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് തരുന്നു. അപ്പോൾ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജും ലോ ലെവൽ ലാംഗ്വേജും പഠിച്ചു. അപ്പോൾ ഈ ഹൈ ലെവൽ ലാംഗ്വേജിനെയും ലോ ലെവൽ ലാംഗ്വേജിനെയും മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന രണ്ട് ട്രാൻസ്ലേറ്ററാണ് നമ്മൾ അവസാനമായിട്ട് പഠിച്ചത്, അസംബ്ലർ ആൻഡ് കമ്പൈലർ. അസംബ്ലർ എന്താ? അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്കാക്കി മാറ്റുന്നു. കമ്പൈലർ എന്താ? ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്കാക്കി മാറ്റുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു. Earn Marks, your perfect learning partner.